ഗൈസ്, നമ്മളിന്ന് നോക്കുന്നത് ഒരു ഡോക്യുമെൻ്ററിയാണ്. ഡിസ്നി പ്ലസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി. നിങ്ങൾ ഫ്രെഡി ഫ്ലിൻറ്റോഫ് എന്ന് പറയുന്ന ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ട്? സോ നമ്മൾ നോക്കുന്ന ഡോക്യുമെൻ്ററി ഈ ഒരു ഫ്രെഡി ഫ്ലിൻറ്റോഫിനെ പറ്റിയിട്ടാണ്. പുള്ളിക്കാരൻ്റെ ഒരു ക്രിക്കറ്ററാണ്, ഒരു അമേരിക്കൻ ക്രിക്കറ്ററാണ്. എനിക്ക് ക്രിക്കറ്റിനെ പറ്റിയിട്ട് വലിയ ജ്ഞാനമൊന്നുമില്ല. പേഴ്സണലായിട്ട് ഞാൻ ക്രിക്കറ്റ് കളി കാണാറേ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ മറ്റേ WWE ഒക്കെയാണ് മെയിനായിട്ട് കാണാം, ഡിഷോ. സോ ഈ ഫ്രെഡിയുടെ ലൈഫിൽ ഒരു ബുളീമിയ എന്ന് പറയുന്നൊരു ഡിസോർഡറുണ്ട്. എക്സാക്ട്ലി ഈറ്റിംഗ് ഡിസോർഡർ എന്ന് തന്നെ പറയാം. അത് സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പുള്ളി സൈലൻ്റായിട്ട് 20 വർഷം വെച്ചിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതും പുള്ളിക്കാരൻ്റെ കരിയറും ആൻഡ് എസ്പെഷ്യലി ടോപ്പ് ഗൺ എന്ന് പറയുന്ന ടോപ്പ് ഗിയർ 2022 റിലീസ് ചെയ്ത സിനിമയിലുണ്ടാകുന്ന ഒരു അപകടവും ഒക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവങ്ങളൊക്കെയാണ് നമുക്കൊരു ഡോക്യുമെൻ്ററിയിൽ കാണാൻ പറ്റുക. ഓവറാൾ ഇതൊരു നല്ലൊരു ഡോക്യുമെൻ്ററിയാണ്. ഒരാളുടെ ലൈഫ് നമുക്ക്, എസ്പെഷ്യലി ഒരു സിനിമ എന്നതിലുപരി ഒരാളുടെ ജീവിതം നമുക്കിതിൽ കൂടി കാണാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും വലിയ രീതിയിൽ അതിശയിപ്പിച്ചൊരു കാര്യം. പേഴ്സണലായിട്ട് ഞാൻ ഡോക്കിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഡോക്യുമെൻ്ററീസിന് ഇത് കൊള്ളാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഡിസ്നിയിൽ അവൈലബിൾ ആണ്. ഫ്രെഡി ഫ്ലിൻറ്റോഫ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും ഫ്ലിൻറ്റോഫ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും. പ്യുവർ ഡോക്യുമെൻ്ററിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിക്കറ്ററിൻ്റെ ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. ഡോക്യുമെൻ്ററി ആണെന്നുള്ളത് മനസ്സിലാക്കി പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ കണ്ടവരാണെങ്കിൽ ഒപ്പീനിയൻ കമൻറ്റിൽ ഇല്ല, ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളാം ഗൈസ്.